ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രൊമോയിൽ നമുക്ക് കാണാൻ കഴിയുന്ന അങ്ങനെ നമ്മുടെ സച്ചി പുതിയ കാറൊക്കെ വാങ്ങിയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അച്ഛമ്മ പറയുന്നുണ്ട്, നീ അമ്മേനെയും അച്ഛനെയും കൊണ്ട് റൗണ്ട് പോയി വായോ, അമ്പലത്തിലൊക്കെ ഒന്ന് പോയി വായോ എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് സച്ചി അച്ഛമ്മ വരുന്നില്ലേ ചോദിക്കണ്ടേ, ഇല്ല നീ കണ്ണും പിടിയൊക്കെ കാണിക്കുന്നുണ്ട്. കാരണം അമ്മേനെയും അച്ഛനെയും ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് അച്ഛമ്മ പുതിയ ഐഡിയ എടുക്കുകയാണ്. എന്തായാലും സച്ചി കൊണ്ടുകൊണ്ട് അമ്മേനെയും അച്ഛനെയും ബാക്കിലിരുത്തി കൊണ്ടുകൊണ്ട് ഓരോക്കെ കുണ്ടിലൊക്കെ ചാടിക്കുന്നുണ്ട്. അപ്പോൾ ചന്ദ്ര പോയിട്ട് രവിയുടെ മേലെ വീഴുന്നുണ്ട്. അപ്പോൾ രവി പറയുന്നുണ്ട്, ഈ കുണ്ടൊക്കെ ആയിട്ടാവും, നീ എൻ്റെ കൈ മുറുക്ക പിടിച്ചോ, എന്നാൽ പിന്നെ ഇനി ഇങ്ങനെ വിഴാൻ പോവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർ രണ്ടാളും കൈ മുറുക്ക പിടിക്കേണ്ടത്. എന്തായാലും രവി പതുക്കെ ചന്ദ്രോട് ലോകിയാവാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ കാണിക്കുന്നത് എന്തായാലും അവർ അമ്പലത്തിലൊക്കെ തൊഴുതിട്ട് വീട്ടിലേക്ക് വരുന്നുണ്ട്. വീട്ടിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ രേവതി സച്ചിയോട് പറയുന്നുണ്ട്, ഓ അമ്പടെ കേമ, നിങ്ങൾ സച്ചിയേട്ടാ നിങ്ങൾ കൊള്ളാലോ, കാണിച്ചിട്ട് കുണ്ടും കുഴിയിലൊക്കെ ഇട്ടതല്ലേ അമ്മ വന്ന് അച്ഛൻ്റെ മേലിൽ വീഴാൻ വേണ്ടിയിട്ട് എന്ന് പറയുമ്പോൾ, അപ്പോൾ സച്ചി പറയുമ്പോൾ അതെ അതെ എന്ന് പറയുന്നുണ്ട്. ആ സച്ചിയേട്ടൻ്റെ ബുദ്ധി കൊള്ളാം എന്നൊക്കെ പറയുന്നുണ്ട്. താങ്ക് യു എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും രേവതിയും ചന്ദ്രടി രവിയുടെയും ദേഷ്യമൊക്കെ മാറ്റിയിട്ട് ഉള്ളിലേക്ക് കൊണ്ടുപോയി. എന്തായാലും ഉള്ളിലേക്ക് കൊണ്ടുപോയപ്പോൾ നമ്മളുടെ അച്ഛമ്മ ചന്ദ്രടിയും രവിയുടെയും കൈ പിടിച്ചിട്ട് പറയുന്നുണ്ട്, ഇനി നിങ്ങൾ രണ്ടാളും എന്നും ഒന്നിച്ച് കഴിയണം, ഒരിക്കലും ദേഷ്യമൊന്നും പടരണം, നിങ്ങൾ ഒന്നിച്ച് കഴിയണത് കാണാനാണ് എൻ്റെ സന്തോഷം, നിങ്ങൾ എന്നും സന്തോഷത്തോടു കൂടി കഴിയണത് മാത്രമാണ് എനിക്ക് ജീവിതത്തിൽ കാണാനുള്ളത്, വേറെ എനിക്കൊന്നും കാണാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അച്ഛമ്മ അവരെ നന്നായിട്ട് ഇത് പറയുന്നുണ്ട്. എന്തായാലും അവർ രണ്ടാളും ചിരിച്ചിട്ട് ഇരിക്കുന്നുണ്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.